വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. പിടിച്ചോ, ആദ്യം ടിപ്സ് ഇരിക്കട്ടെ. കാരണം ഞങ്ങള് ഒരുപാട് സമ്പത്തുള്ളവരാണ്. ആ വണ്ടിയിലകത്തുള്ളവരെല്ലാരും പുറത്തേക്ക് വന്നോളൂ. ആഹാ, ഈ സിറ്റി കാണാൻ എന്ത് രസാ. എന്റെ അമ്മോ, ഇത് എന്ത് വലിയ ഹോട്ടലാ അല്ലേ മുത്തശ്ശ? ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഈ വട്ടുപോലെ നടക്കുന്ന ആള് സത്യത്തിൽ ഒരു പ്രിൻസാണ്, അറിയോ? അയാൾക്ക് പണമുള്ളതിന്റെ വലിയ അഹങ്കാരമായിരുന്നു. അയാൾക്ക് ഇഷ്ടമല്ലാത്തത് എന്ത് കണ്ടാലും ഉടനെ തന്നെ അയാളത് വാങ്ങിക്കുമായിരുന്നു. നമുക്ക് ഇക്കാര്യം വെച്ച് മുതലെടുക്കണം. നിങ്ങള് വിഷമിക്കണ്ട മുത്തശ്ശ. അയാൾ ഇവിടുത്തെ പ്രിൻസ് ആണെങ്കിൽ ഞാൻ അവിടുത്തെ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ. ലഡ്ഡു സിംഗ്, ഇത് വേദ സിറ്റി അല്ല, ടർക്കിയാണ്. പോകാം. അതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് പറയാനുള്ളത് മുത്തശ്ശ. ലഡ്ഡു സിംഗ്, വാവ്, എന്ത് രസം ഇതിന്റെ അകം കാണാൻ. ശരി, വരൂ, നമുക്ക് റിസപ്ഷനിൽ റൂമിന്റെ ചാവി വാങ്ങാം. ഹലോ മാഡം. ഹലോ സർ, ഹൗ ക്യാൻ ഐ ഹെൽപ് യു? ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരാളുടെ റൂം നമ്പർ അറിയണമായിരുന്നു. സോറി സർ, ഗസ്റ്റിന്റെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഡീറ്റെയിൽസ് ആർക്കും കൊടുക്കാൻ പാടില്ലെന്നാണ് സർ. ഞാൻ ഒരു തവണ ഇവിടുത്തെ രജിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഗസ്റ്റ് നിങ്ങളുമായി മീറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും വിവരം തന്നിട്ടുണ്ടോ എന്ന്. നിങ്ങളുടെ പേരൊന്ന് പറയാമോ പ്ലീസ്? എന്റെ പേര് ഷെയ്ഖ് ഹബീബുള്ള. സോറി സർ, നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തന്നിട്ടേയില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് മാഡം? നിങ്ങൾക്ക് ഞങ്ങളുടെ ഗസ്റ്റിന്റെ റൂം നമ്പർ പറയാൻ സൗകര്യമില്ലാന്നോ? ഞാൻ ഈ ടേബിളിന്റെ മീതൊന്ന് ഇരിക്കട്ടെ. ഇതിന്റെ ഹൈറ്റ് വളരെ കൂടുതലാണല്ലോ. എന്ത് ധൈര്യമുണ്ട് നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുകയാണോ? ഇതെന്നെ അപമാനിക്കുന്ന പോലെയാണല്ലോ. ഞാൻ എവിടെ പോയാലും എന്നെയും എന്റെ കുടുംബത്തിനും 2 കൈ നീട്ടി സ്വീകരിക്കും. പക്ഷെ നിങ്ങളാണെങ്കിൽ എന്നെ അപമാനിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇപ്പൊ പറയുന്നു, ഞാൻ ഈ ഹോട്ടല് ഇപ്പൊ തന്നെ വിലക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് മാഡം, നിങ്ങൾ നിങ്ങളുടെ ഹെഡ് ഓഫ് ഇൻചാർജിനെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാൻ പറയണം. ഞാൻ ഇപ്പോ ഇവിടെ വെച്ച് തന്നെ ഡീൽ ഉറപ്പിക്കാൻ പോവാണ്. സർ, ഇങ്ങനെ ദേഷ്യപ്പെടരുത്. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. അതാണ് സർ. ഇതുപോലെ വേറെ ഗസ്റ്റും ഈ ഹോട്ടൽ വാങ്ങിക്കണം എന്നുള്ള വാശിയിലാണ്. ഇപ്പൊ സാറും അതുപോലെ വാശി പിടിക്കുകയാണല്ലോ. നിങ്ങൾ എന്തായി പറയുന്നത്? ഹോട്ടൽ വാങ്ങാൻ ഇവിടെ വേറൊരാള് വന്നിട്ടുണ്ടായിരുന്നോ? ഓഹോ, എന്നാ ഞാൻ പറയുന്നത് കേട്ടോ. 7 കടലും കടന്ന് ഈ ലോകത്തിൽ ആരെങ്കിലും ദേഷ്യത്തിൽ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് ഞാനായിരിക്കും, അല്ലെങ്കിൽ എന്റെ കോ-ബ്രദർ ആയിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം അവൻ ഈ ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. അവൻ ഏത് റൂമിലാണ് ഇപ്പൊ തന്നെ പറയണം. 1706. കേട്ടോ ചേട്ടായി, എന്റെ കോ-ബ്രദറും ഇവിടെയാ താമസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ല. എനിക്ക് അവന്റെ മുഖം കാണാൻ താല്പര്യമില്ല. നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം. ഓഹോ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്ക് കൂടാൻ തുടങ്ങിയാൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുക? വരൂ, പോകാം. ഞാൻ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾ മറന്നിട്ട് പോലും ആരോടും പറയരുത് ഞാൻ ഇവിടെ വന്നിരുന്നുവെന്ന്. അഥവാ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ പിന്നെ വിലക്ക് വാങ്ങാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. ഇനി ഞാൻ പറയില്ല സർ. ദയവേത് സാറ് ദേഷ്യപ്പെട്ട് സംസാരിക്കല്ലേ. വന്നേ, ഇവിടെ ആരും കാണുന്നില്ല. പതുക്കെ വന്നേ. എല്ലാരും വേഗം പോയി ഒളിഞ്ഞേ, ആരോ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തായി കാണിക്കുന്ന? നമുക്ക് വേഗം. ലഡ്ഡു സിംഗ്, ഒന്ന് നോക്കി നടക്ക്. ഇതെന്തായി കാണിക്കുന്നത്? എന്ത് മനോഹരമായ പെയിന്റിംഗ്. നന്നായിട്ട് തുടയ്ക്ക്, വേഗം തുടയ്ക്ക്.
കയ്യിൽ കിട്ടി. ലോകത്തിൽ വെച്ച് ഏറ്റവും വില കൂടിയ പല സാധനങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗാഡ്ജറ്റിന്റെ ഇത്രയും വില വരുന്ന ഒന്നും തന്നെ ഇല്ല. പ്രിൻസ്, പക്ഷെ ആ ഗാഡ്ജറ്റ് ഇത്ര യൂണീക്ക് ആയിട്ട് എന്താ? മെഡൂസ, ലോകത്തിൽ എത്ര തരം ട്രാൻസ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഈ ഗാഡ്ജറ്റ് അതൊക്കെ കൺട്രോൾ ചെയ്യും. സൈക്കിളായാലും ശരി, ബൈക്കായാലും ശരി, കാറായാലും ശരി, ട്രെയിൻ ആയാലും ശരി, പിന്നെ ഹെലികോപ്റ്ററുകൾ, കപ്പലുകൾ. എന്റെ ഫോണാണ്, ഇങ്ങോട്ട് തരാൻ. അത് എന്റെ ഫോണാണെന്ന് പറഞ്ഞില്ലേ? പോയോ? ശരി ശരി. നിങ്ങൾക്കറിയുമോ, ഞാൻ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്തിലെ എല്ലാ ശക്തിയും എന്റെ മുൻപിൽ മുട്ടുമടക്കി നിൽക്കും. ഈ ഗാഡ്ജറ്റ് എങ്ങനെയെങ്കിലും മെയിൻ ഡിവൈസിൽ ഫിറ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് സമയമൊട്ടും പാഴാക്കി കളയാനില്ല. പെട്ടെന്ന് തന്നെ പോകേണ്ടി വരും. എന്റെ മുടി ഇങ്ങനെ പിടിച്ച് വലിക്കാതെ തലവേദനിക്കുന്നു. എന്നെ വിടൂ. കുട്ടികളെ, ഇത് നിങ്ങളുടെ അങ്കിളല്ല. നമുക്ക് അടുത്ത റൂമിലേക്കാണ് പോകേണ്ടത്. വന്നേ. ഇല്ല ബജൻ, എനിക്കറിയാം അങ്കിളിനോട് ബജന് ദേഷ്യാണെന്ന്. ഇത് തന്നെ എന്റെ അങ്കിള്. മുത്തശ്ശി എന്നോട് പറഞ്ഞു എന്റെ അങ്കിൾ നല്ല സുന്ദരനും കോടീശ്വരനുമാണെന്ന്. ഏതായി കുട്ടികള്? ഞാൻ ആരുടെയും അങ്കിളല്ല. ഓ, ഇത് വല്ലാത്ത തലവേദനയായല്ലോ. എന്താ ഇത്? ഓ നോ, പിടിക്കൂ ആ കുട്ടിയെ. ആ കുട്ടി ഗാഡ്ജറ്റ് എടുത്തോണ്ടാണ് ഈ ഓടുന്നത്. ക്യാച്ച് ഹിം നൗ. ഓ, ഈ കുട്ടികളൊരു ശല്യം തന്നെ. ഹലോ, ഒരു കുട്ടി ഇവിടെ നിന്ന് ഗാഡ്ജറ്റ് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി. വേഗം ആ കുട്ടിയെ പിടിക്ക്. ഇവിടുത്തെ കുട്ടികളൊക്കെ എവിടെ പോയി? ഈ കുട്ടികളും അവന്റെ കൂട്ടത്തിലുള്ളത് തന്നെ. ഓ നോ, ഇത് ശിവ അല്ലേ? കൊള്ളാം, നല്ലൊരു സൈക്കിൾ. അവനെ ചെന്ന് വേഗം പിടിക്കേ. പിന്നെ മെഡുസ, ഇതുപോലത്തെ സൈക്കിൾ എവിടെയും കാണാൻ പറ്റില്ലല്ലേ? അവനോടൊന്ന് ചോദിക്കുവോ, അവനാ സൈക്കിൾ വെക്കുമെന്ന്. എന്താ ഈ പറയുന്നേ? ബോസ്, നമുക്ക് ആ ഗാഡ്ജറ്റാ വേണ്ടേ, സൈക്കിൾ അല്ല. അവിടെ നിക്ക്. ആ കുട്ടി ഓടിപ്പോയെങ്കിൽ പോട്ടെ. ഇവരെ എല്ലാവരും ചെന്ന് പിടിക്ക. അപ്പൊ അവൻ താനെ ഇങ്ങോട്ട് തിരിച്ചു വരും. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോവാം. ശരിയോ? ശരി ശരി, വേഗം പോവാ.
പാട്ടുകാരനെത്തി നമ്മളെ പാട്ട് പാടി പറപ്പിച്ചു കളയും. വിട്ടോടാ. ചെറുക്ക എന്തായി കാണിച്ചേ? സോറി അങ്കിൾ, എമർജൻസി ആണ്. ഇങ്ങോട്ട് വാ, എന്തെങ്കിലും കൊടുത്താ. പിടിക്കവനെ. ആ ഗാഡ്ജറ്റ് കൊണ്ട് ആ ചെക്കനെ പോകാൻ അനുവദിക്കരുത്. Not again. മെഡൂസ, ആ ഗാഡ്ജറ്റ് പെട്ടെന്ന് തട്ടിയെടുക്ക്. ആ കുട്ടിയെ വെറുതെ വിടരുത്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. മാഡം, ഈ ലഡ്ഡു സിംഗ് എന്ന പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഗാഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്, പിന്നെ നോക്കിയിരിക്കുന്ന ഓട്. monkey! Shiva, gadget! മുത്തശ്ശൻ പാടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ പറന്നു പോകും. വേഗം സ്ഥലം വിട്ടോ. മുത്തശ്ശ, മുത്തശ്ശ, നിങ്ങൾക്ക് ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. ശിവ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ വേദന മാത്രം, അത്രേ ഉള്ളൂ. ശിവ പറയുന്നത് ശരിയാണ് മുത്തശ്ശ. മുത്തശ്ശിനിപ്പോ വിശ്രമം വളരെ അത്യാവശ്യമാണ്. ശരി, എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞാൻ റെസ്റ്റ് എടുക്കാം. Watch India's largest kids library only on Jio Hotstar. Download the app now.